റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. തൃശ്ശൂർ പൂരം വിളംബരത്തിനായി നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ വടക്കുംനാഥനിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് വടക്കുംനാഥനിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമാവും. വിളംബര ചടങ്ങാണ് നടക്കുക. ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയമ്മ പൂരനഗരിയിൽ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. റിപ്പോർട്ട് കണ്ടിട്ട് വളരെ വേഗം തിരിച്ചു വരാം. തൃശൂർ പൂര വിളംബരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഇപ്പോൾ കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ വിവിധയിടങ്ങളിൽ ഗ്രാമീണ പ്രദക്ഷിണം നടത്തിയതിന് ശേഷം കൃത്യമായി അത് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തുകയും ചെയ്യും. വടക്കുംനാഥ സന്നിധിയിൽ എത്തി തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്ന ചടങ്ങാണ് പൂര വിളംബരമെന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയതോടുകൂടി ഏറെ പ്രമാദമായ രീതിയിലേക്ക് അത് വളരുകയും നിരവധിയായ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് അത്രയേറെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത ഒരു ചടങ്ങ് എന്നുള്ള പ്രത്യേകത കൂടി ഈ പൂര വിളംബരത്തിനുണ്ട്. 3 ദിവസത്തേക്ക് പൂരത്തെ അത്തരത്തിൽ മാറ്റിയതിലുള്ള പങ്ക് തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രന്റെ ആ കാര്യത്തിൽ എടുത്തു പറയാവുന്നതുമാണ്. ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി എറണാകുളം ശിവകുമാറാണ് ഇത്തരത്തിൽ പൂര വിളംബര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്തലക്കാവിൽ നിന്ന് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വടക്കുംനാഥ സന്നിധിയിലേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വിളക്ക് തെളിയിച്ച് അങ്ങനെ പറ എന്നുള്ള നിലയിലൊക്കെ സ്വീകരിച്ച് നെയ്തലക്കാവിലമ്മയെ പൂരവിളംബര ചടങ്ങുകൾക്ക് വേണ്ടി വടക്കുംനാഥ സന്നിധിയിലേക്ക് യാത്രയാക്കുന്ന ഈ തട്ടകക്കാരെ കൂടി ഈ മേഖലയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ വടക്കുംനാഥ സന്നിധിയിലെത്തിയ ശേഷം തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക് വാതിൽ തള്ളി തുറന്ന് എറണാകുളം ശിവകുമാറിൻ്റെ തിടമ്പിൽ മസ്തകത്തിന് മുകളിലേറി തിടമ്പേറ്റി എത്തുന്ന എറണാകുളം ശിവകുമാർ ആ ഒരു വാതിൽ തള്ളി തുറക്കുന്നതോടുകൂടി പ്രത്യക്ഷത്തിൽ പിന്നീട് പൂരാവശ്യത്തിലേക്ക് പൂർണ്ണമായും മാറുകയാണ് തൃശ്ശൂർ എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നുണ്ട്. സേറട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ആവേശം? എങ്ങനെയുണ്ട്? ആവേശകരമായ പൂരാണ്. നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുരനട തുറക്കുന്നതോടുകൂടി പൂരം വിളംബരം ചെയ്യപ്പെടും. അപ്പോൾ പൂര വിളംബരത്തിനുള്ള യാത്രയാണ്. പ്രത്യേകിച്ച് നെയ്തലക്കാവും തട്ടകക്കാരും വലിയ ആവേശത്തിലാണ്. നല്ല ചൂടുണ്ട്, തെരഞ്ഞെടുപ്പ് ചൂടുണ്ടൊക്കെ. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പൂരച്ചൂട് പോയല്ലേ? പൂരം ഒരു പ്രത്യേക ചൂടാണല്ലോ, അതൊരു ആവേശമാണ്. അത് ഇത്തവണ എന്താണ് നിങ്ങൾ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഇത്തവണത്തെ ഒരു പൂരത്തിന്റെ പ്രതീക്ഷ? തീർച്ചയായിട്ടും നമ്മളൊരു 20%-ലധികം 25%-ലധികം ആളുകൾ കൂടുതലുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അതിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, പ്രാഥമിക സൗകര്യങ്ങൾ, പിന്നെ ക്രൗഡിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുക. അതേസമയം അവർക്ക് പൂരം ശരിക്കും നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കത്തക്ക രീതിയിൽ അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ സൗകര്യം ഒരുക്കി. പൂരത്തിന്റെ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. കാരണം പൂരം എല്ലാവർക്കും ഉള്ളതല്ലേ. അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിനി